ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അടുത്ത് മത്തിനുണ്ടോ? അടുത്തോളി ഒന്ന് വായിക്കോ മത്തിന്. ഫസ്റ്റ് ഒന്ന് വായിച്ചാൽ. മത്തിനല്ലേ മത്തിന് മാത്രമല്ലേ? ആവട്ടെ. അത് ഇജാസ അതൊന്നും വേണ്ട. ഇവിടെ മുതൽ ഇത് ഫുൾ വായിക്കണ്ട. ഇവിടെ മുതൽ വായിച്ചാൽ മതി. കാണിച്ചു തരാം. നമ്മൾ കുറേ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അത് വായിച്ച സമയമെടുക്കും. തൽക്കാലം ഇപ്പം അടുത്ത ആഴ്ച വായിക്കാം. അപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറച്ചിങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇറാബിൻ്റെ 4 അഹ്കാമുകൾ: റഫ്, നസ്ബ്, ജർ, ജസ്മ്. ഇതാണ് ഇറാബ് എന്ന് പറഞ്ഞു അല്ലേ? ഇന്ന് പറയാൻ പോകുന്നത് ഈ 4 തരം ഇറാബുകൾ: റഫ്, നസ്ബ്, ജർ, ജസ്മ്. ഇതിൻ്റെ അലാമത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? അലാമത്ത് എന്ന് പറഞ്ഞാൽ അടയാളങ്ങൾ എന്തൊക്കെയാണ്? റഫിൻ്റെ അലാമത്ത് ലമ്മ, വേറെയും ചിലതുണ്ട് നമ്മൾ പഠിക്കും. പിന്നെ നസ്ബിൻ്റെ ഫതഹ, ജറിൻ്റെ കസ്ര, ജസ്മിൻ്റെ സുക്കൂൻ അല്ലേ? അപ്പോൾ ഈ ലമ്മയും ഫതഹയും കസ്രയും സുക്കൂനൊക്കെ ചിലപ്പോൾ ലാഹിറായിട്ട് വരും, ചിലപ്പോൾ മുഖദ്ദറായിട്ട് വരും. ഈ 4 അതായത് ലമ്മ, റഫിന് ലമ്മ, നസ്ബിന് ഫതഹ, ജറിന് കസ്ര, ജസ്മിന് സുക്കൂൻ, ഇത് നമ്മൾ പറയുന്ന പേരെന്താണ്? ഹറക്കാത്തുൽ ഇറാബ്. ഹറക്കാത്തുൽ ഇറാബ് അല്ലേ? ഹറക്കാത്തുൽ ഇറാബ് എന്നാണ് പറയുന്നത്. ഈ ഇറാബ് എന്താണെന്ന് അറിയിച്ചു തരുന്ന ഹറക്കത്തുകൾ. ജാ സെയ്ദ് എന്ന് പറയുമ്പോൾ സെയ്ദ് മർഫു ആണ് അല്ലേ? എങ്ങനെ മനസ്സിലായി? അതിൻ്റെ അവസാനത്തെ ലമ്മ കണ്ടിട്ടാണ് മനസ്സിലായത്. അപ്പോൾ റഫ് എന്ന് പറയുന്ന ആ ഇറാബിനെ നമുക്ക് അറിയിച്ചു തന്ന ഹറക്കത്താണ് ലമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഹറക്കത്തുൻ ഇറാബിയ്യ എന്ന് പറയാം. അപ്പോൾ ഈ 4 ഹറക്കത്തുകളും എന്താണ്? ഹറക്കാത്തുൻ ഇറാബിയ്യ എന്ന് പറയും. ഈ ഹറക്കാത്തുൻ ഇറാബിയ്യ ലാഹിറാവാം, മുഖദ്ദറാവാം. എന്താ ഉദ്ദേശിക്കുന്നത്? മുഖദ്ദർ എന്ന് പറഞ്ഞാൽ എന്താ? സാങ്കല്പികം. മുഖദ്ദർ എന്ന് പറഞ്ഞാൽ സാങ്കല്പികം. ഉള്ളത് ഇല്ലാത്തത് എന്നല്ല. ലാഹിർ എന്ന് പറഞ്ഞാൽ ഉള്ളതും, മുഖദ്ദർ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതും എന്നല്ല. ലാഹിർ എന്ന് പറഞ്ഞാൽ പ്രകടമായത്, മുഖദ്ദർ എന്ന് പറഞ്ഞാൽ ഉണ്ട് പക്ഷെ കാണാനില്ല, നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പെന്ന് ഈ മസ്ജിദിൻ്റെ ഉള്ളിലുണ്ടോ? ഉണ്ട്. ഇത് ഞാൻ പോക്കറ്റിലിട്ടാലോ? അപ്പോൾ ഇത് മൗജൂദാണ്, മഅദൂമല്ല, ഇല്ലാതായിട്ടില്ല. പക്ഷേ ഇത് ലാഹിറല്ല, മുഖദ്ദറാണ്. ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്ക് പോക്കറ്റിൽ, നമ്മൾ കാണുന്നില്ല. അതുപോലെ നമ്മുടെ ഹറക്കാത്തിന് ഇറാബി എന്താവും? ചില സമയത്ത് ലാഹിറാവും, ചില സമയത്ത് അത് മുഖദ്ദറാവും. ഉദാഹരണത്തിന് ജാ സെയ്ദ് എന്നുള്ളതിന് പകരം ജാ മുസ്തഫ എന്നാണ് വിചാരിക്കുക. മുസ്തഫ എന്ന് പേരുള്ള ഒരാൾ, ജാ മുസ്തഫ. അപ്പോൾ മുസ്തഫ എന്ന് പറയുന്ന വാക്ക് ഇവിടെ നിൽക്കുന്നത് സെയ്ദ് എന്നുള്ള വാക്ക് മുമ്പത്തെ സെൻറ്റൻസിൽ എവിടെയായിരുന്നോ അതേ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ സെയ്ദിൻ്റെ ഹുക്കം എന്താണോ അതേ ഹുക്കുമാണ് മുസ്തഫ എന്നുള്ള വാക്കിനും ഉണ്ടാവേണ്ടത്. സെയ്ദ് എന്തായിരുന്നു? മർഫു ആയിരുന്നു. അപ്പോൾ മുസ്തഫ എന്നുള്ള വാക്കും മർഫു ആയിരിക്കണം. അപ്പോൾ റഫിൻ്റെ അലാമത്തായ ലമ്മ ഈ മുസ്തഫ എന്നുള്ള വാക്കിലുണ്ടോ? ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷെ നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? മുസ്തഫ എന്നുള്ള ഇസ്മിൻ്റെ അവസാനത്തെ അക്ഷരം ഏതാ? അലിഫാണ്. അലിഫിൻ്റെ മുകളിൽ ഹർക്കത്ത് എഴുതാൻ പറ്റുമോ? ഒരു ഹർക്കത്തും എഴുതാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞാണ് അലിഫ് എന്ന് പറയുന്നത് തന്നെ മലയാളത്തിലെ മറ്റേ ദീർഘം. നമ്മൾ പ എന്ന് എഴുതിയിട്ട് അതിനെ പാ എന്നാക്കാൻ വേണ്ടി എഴുതുന്ന ദീർഘ ചിഹ്നം ഉണ്ടല്ലോ, അതാണ് അലിഫ് എന്ന് അറബിയിൽ പറയുന്നത്. ഈ ദീർഘചിഹ്നം നമ്മൾ പാ എന്ന് പറയുന്ന ആ അർദ്ധവൃത്തം,
അതിൻ്റെ മുകളിൽ വേറെ ഏതെങ്കിലും ഹർക്കത്ത് എഴുതാൻ പറ്റുമോ? മലയാളത്തിൽ ഏതെങ്കിലും വള്ളിയോ പുള്ളിയോ ഇടാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അതുപോലെ അലിഫ് എന്നുള്ള അക്ഷരം അതിൻ്റെ മുകളിൽ ഒരു ഹർക്കത്തും എഴുതാൻ പറ്റില്ല. അറബിയിൽ ബ എന്ന് എഴുതിയിട്ട് അതിനെ ബാ എന്നാക്കാൻ ഉപയോഗിക്കുന്നതാണ് അലിഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെ ഒരു സ്വരാക്ഷരം, മലയാളത്തിൽ സ്വരാക്ഷരം എന്ന് പറയുന്നതാണല്ലോ അറബിയിലെ ഹർക്കത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ പിന്നെ ഒരു ഹർക്കത്ത് എഴുതാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മുസ്തഫ എന്നുള്ള വാക്കിൻ്റെ അവസാനത്തിലുള്ള ദമ്മ് മുഖദ്ദറത്താണ്. ദമ്മ് ഇല്ല നമ്മൾ പറയുന്നില്ല. മർഫു ആണോ ദമ്മ് ഉണ്ടായിരിക്കണം. പക്ഷേ ആ ദമ്മ മുഖദ്ദറത്താണ്, സാങ്കല്പികമാണ് എന്നാണ് പറയാം. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ സാങ്കല്പികമായ ഹർക്കത്തുകളുണ്ട്, അതുപോലെ ലാഹിറായ ഹർക്കത്തുകളുണ്ട്. എപ്പോഴൊക്കെയാണ് സാങ്കല്പികമായ ഹർക്കത്ത് വരെ? ഈ മുസ്തഫ എന്നുള്ളൊരു ഇസ്മ മാത്രമല്ല, വേറെയും ചില സന്ദർഭങ്ങളുണ്ട്. മൊത്തത്തിൽ 5 സന്ദർഭങ്ങളുണ്ട്. അത് നമ്മൾ പറയപ്പോൾ അപ്പോൾ മുഖദ്ദറത്തായിട്ടുള്ള ഇറാബ് വരുന്ന സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ മുഖദ്ദറത്തായിട്ടുള്ള ഹർക്കത്തുകൾ വരുന്ന സന്ദർഭങ്ങൾ: 1 അൽ ഇസ്മു അൽ മുളാഫു ഇലാ യാ ഇൽ മുതക്കല്ലിം. മത്തിനിൽ കാണാം ഇലാ യാ ഇൽ മുതക്കല്ലിം. ഇത് കാണുമ്പോൾ വലിയ പേരാണ്, പക്ഷേ എന്താണ് ഉദ്ദേശിക്കുന്നത്? കിതാബി എന്ന് പറയുന്നില്ലേ, ഈ യാ ആണ് യാ ഉൽ മുത്തക്കല്ലിം. അപ്പോൾ യാ ഉൽ മുത്തക്കല്ലിമിലേക്ക് ചേർത്തിയ ഇസ്മുകൾ, ഇലാഫത്ത് ചെയ്ത ഇസ്മുകൾ. അപ്പോൾ ഈ കിതാബി എന്ന് പറയുന്ന വാക്ക്, അത് അതിൻ്റെ അവസാനത്തെ അക്ഷരം ഏതാ? യാ അല്ല, ബ ആണ്. കാരണം കിതാബ് എന്നുള്ളതാണ് നമ്മുടെ വാക്ക്, യാ എന്നുള്ളത് മുളാഫിൻ ഇലൈഹിയാണ്. അപ്പോൾ ഈ ഒരു വാക്ക് അതിൽ നമുക്ക് അവസാനത്തിൽ ലമ്മിടാൻ പറ്റുമോ? ഈ ബാൻ്റെ മുകളിൽ പറ്റൂല. കാരണം ഓൾറെഡി ഈ യാ ഉള്ളത് കൊണ്ട് അവിടെ കസ്റയാണ്. കാരണം കിതാബുയ് എന്ന് പറയേണ്ടി വരും. അതിലൊരു പ്രശ്നമുണ്ട്, ഒരു പ്രയാസമുണ്ട്. അപ്പോൾ അത് പറയണ്ട. അപ്പോൾ നമ്മൾ ജാ സെയ്ദ് എന്നുള്ളതിന് പകരം ജാ കിതാബി എന്നാണ് വിചാരിക്കുക. എൻ്റെ കിതാബ് വരുമോ? കിതാബ് ഞാൻ നടന്നു വരുമോ? ഷർബിയിൽ ഇപ്പോൾ കത്ത് വരുന്നതിനൊക്കെ ജാ എന്ന് ഉപയോഗിക്കും. അപ്പോൾ കിതാബ് എന്ന് ഒരു ഓർഡർ ചെയ്ത്, ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത കിതാബ് വന്നു, ഇനി പറയാം ജാ കിതാബി എന്ന് പറയാം. അപ്പോൾ അവിടെ കിതാബ് ഫായിലാണ് അല്ലേ? അപ്പോൾ മർഫു ആവണം. സെയ്ദ് എന്ന് പറഞ്ഞാൽ ആ സെയ്ദിൻ്റെ സ്ഥാനത്താണ് കിതാബി നിൽക്കുന്നത്. എൻ്റെ കിതാബ് എന്ന് പറയുന്ന ഇസ്മ അവിടെ നിൽക്കുകയാണ് സെയ്ദിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ സെയ്ദിൻ്റെ ഇറാബ് എന്തായിരുന്നു? റഫ്. അതേ റഫ് കിതാബി എന്നുള്ള വാക്കിന് കൊടുക്കണം. പക്ഷേ ലമ്മ എഴുതാൻ പറ്റുമോ കിതാബിൻ്റെ മുകളിൽ? കിതാബി എന്നുള്ളതിൻ്റെ മുകളിൽ. വെറും കിതാബാണെങ്കിൽ എഴുതായിരുന്നു കിതാബുൻ. പക്ഷേ ഈ ബാൻ്റെ മുകളിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ വിഭാഗം, അൽ ഇസ്മുൽ മുദാഫു ഇലാ യാ ഇൽ മുതക്കല്ലിം. ജാ അബി എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ജാ അബി, അങ്ങനെ. അതേപോലെ റഅയ്തു അബി, റഅയ്തു അബി, അവിടെ അബി എന്നുള്ള വാക്ക് മഫൂൽ ബിഹിയാണ്. മഫൂൽ ബിഹി സാധാരണഗതിയിൽ മൻസൂബാണ് അല്ലേ? റഅയ്തു സൈദൻ എന്നാണ് പറയാം. പക്ഷേ അബി എന്നാവുമ്പോൾ ആ ബാൻ്റെ മുകളിൽ ഫത്ത എഴുതാൻ പറ്റുമോ? ഇല്ല, അവിടെ ബി എന്നായി കിടക്കുകയാണ്. ഫത്ത എഴുതി എന്തായിരിക്കും സംഭവിക്കുക? റഅയ്തു അബൈ എന്നാവും അല്ലേ? ബാൻ്റെ മുകളിൽ ഫത്ത എഴുതൽ അബൈ, അതിലൊരു പ്രയാസമല്ലേ? പ്രയാസമുണ്ട്. അതുകൊണ്ട് അതും ഒഴിവാക്കി, അബി എന്ന് തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങോട്ട് കേൾക്കുന്ന ആൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ പിന്നെ അൽ ഇസ്മുൽ മുദാഫു ഇലാ യാ ഇൽ മുതക്കല്ലിം, അതിൻ്റെ മുകളിൽ റഫും നസ്ബും ജറും ഒക്കെ നമ്മളെന്താ പറയുക? സാങ്കല്പികമാണ്. അപ്പോൾ ഇതിൻ്റെ ഇറാബ് പറയുമ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ജാ സെയ്ദുൻ നമ്മൾ പറഞ്ഞു, സെയ്ദുൻ എന്താണ്? ഒന്നാമത് അതിൻ്റെ നൗ പറയണം അല്ലേ? ഫാഇലുൻ, പിന്നെ മർഫൂഉൻ. ഫാഇൽ എന്ന് പറഞ്ഞാൽ പിന്നെ നേരെ മർഫൂഉൻ, ഒന്നും നോക്കണ്ട. ഫാഇലുൻ മർഫൂഉൻ, അലാമത്ത് റഫ്ഇഹി അദ്ദമ്മ. ഇത്രയും നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് നമ്മളൊരു വാക്കുകൂടി കൂട്ടാണ്, അലാമത്തു റഫ്ഇഹി അദ്ദമ്മത്തു ലാഹിറ, വ്യക്തമായ ദമ്മ. കാരണം എന്താ? വ്യക്തമല്ലാത്ത ദമ്മ വരാനുണ്ട്. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അലാമത്തു റഫ്ഇഹി അദ്ദമ്മത്തു ലാഹിറ, അതാണ് സെയ്ദ്. കിതാബി ആണെങ്കിലോ ജാ കിതാബി, ഇവിടെ കിതാബിൻ്റെ ഇറാബ് എന്താണ്? ഫാഇലുൻ മർഫൂഉൻ. ഫായിലാണെങ്കിൽ മർഫൂ ആയിരിക്കും. അലാമത്തു റഫ്ഇഹി അദ്ദമ്മത്തുൽ മുഖദ്ദറ അല ആഖിരിഹി. അല ആഖിരിഹി എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരത്തിൽ, അവസാനത്തെ അക്ഷരത്തിൻ്റെ മുകളിലുള്ള സാങ്കല്പികമായ ദമ്മയാണ് ഇവിടെ അലാമത്തു റഫ്. അതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തേത് അൽ ഇസ്മു അൽ മഖ്സൂറു. എന്താണ് അൽ ഇസ്മുൽ മഖ്സൂർ എന്ന് പറഞ്ഞാൽ? അതാണ് നമ്മൾ പറഞ്ഞ മുസ്തഫ. അത് മഖ്സൂറാണ്. ഈ മഖ്സൂർ എന്നുള്ള പേര് വരാൻ കാരണം അവസാനത്തിൽ അലിഫുള്ള ഇസ്മുകൾ 2 വിഭാഗമുണ്ട്.
മഖ്സൂറും മംദൂദും. മഖ്സൂർ എന്ന് പറഞ്ഞാൽ ഖസ്ർ എന്ന് പറഞ്ഞാൽ ചുരുക്കുക എന്നാണ് അർത്ഥം അല്ലേ? നമ്മൾ ജമ്മും കസറും ചുരുക്കുന്നതല്ലേ? അപ്പോൾ അവസാനത്തിൽ അലിഫുള്ള ഇസ്മുകൾ അറബിയിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലത് നീട്ടുന്നതുണ്ടാവും, ചിലത് ചുരുക്കുന്നതുണ്ടാവും. ഉദാഹരണത്തിന് സമാ ഉൻ, അത് നീട്ടാണ് സമാ ഉൻ. പക്ഷെ മുസ്തഫ എന്നുള്ളത് സമാൻ്റെ അത്രയ്ക്ക് നീട്ടുന്നില്ല. അപ്പോൾ സമാ എന്നുള്ളത് മംദൂദാണ്, മുസ്തഫ എന്നുള്ളത് മഖ്സൂറാണ്. മംദൂദിൻ്റെ ഓപ്പോസിറ്റാണ് മഖ്സൂർ എന്ന് പറയുന്നത്. കാരണം മറ്റേതിനെ അപേക്ഷിച്ച് ചുരുങ്ങിയതാണ്. സമാ പോലെ അത്ര നീട്ടുന്നില്ല. അപ്പോൾ നീട്ടപ്പോഴാണ് അതിന് ശേഷം ഹംസ വരുമ്പോഴാണ്. ഖുറാനിൽ നമ്മൾ മദ് മുത്തസിൽ നല്ലോണം നീട്ടുമല്ലോ. അപ്പോൾ മഖ്സൂറായിട്ടുള്ള ഇസ്മു എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ അലിഫുള്ള ഇസ്മുകൾക്കാണ് അൽ ഇസ്മുൽ മഖ്സൂർ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മുസ്തഫ, ലൈല, അതുപോലെ തന്നെ ഫത, ഇതൊക്കെ എന്താണ്? അസ്മാവ് മഖ്സൂറയാണ്. ശരി. അപ്പോൾ ഇസ്മു മഖ്സൂർ വന്നാലും ഇതുപോലെ തന്നെ. പക്ഷേ അതിനൊരു വ്യത്യാസമുണ്ട്. ഇസ്മു മഖ്സൂറിൽ എന്താണ് വ്യത്യാസം? ഇല്ല, ഒരു വ്യത്യാസമല്ല. ഇസ്മു മഖ്സൂർ ഇതിൻ്റെ പോലെ തന്നെ റഫും നസ്ബും ജറും ഒക്കെ സാങ്കല്പികമായിരിക്കും. അപ്പോൾ ജാ മുസ്തഫ എന്നുള്ള വാക്കിനെ നോക്കാം. റഅയ്തു മുസ്തഫ എങ്ങനെ പറയാം? മുസ്തഫ മഫൂലും ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫത്ഹത്തു അൽ മുഖദ്ദറ, സാങ്കല്പികമായ. ഇനി ഒരു കാര്യം കൂടി പറയണം. ഈ ഫത്ഹ മുഖദ്ദറ, ലമ്മ മുഖദ്ദറ എന്നൊക്കെ പറയുമ്പോൾ ഒരു വിവരം കൂടി നമ്മൾ കൂടുതൽ പറയണം. എന്താണ്? എന്തുകൊണ്ട് ഇത് മുഖദ്ദറായി? കാരണം മുഖദ്ദറാവുന്ന 5 കേസുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഏതിലാണെന്നും കൂടി ഒന്ന് പറയണം. അപ്പോൾ ഇസ്മു മഖ്സൂറാണ് നമ്മൾ അങ്ങനെ പറയാം. ഇസ്മു മഖ്സൂർ ആയതുകൊണ്ട് നല്ല പറയാം. ഇസ്മു മഖ്സൂർ ആയി എന്നുള്ളതല്ലല്ലോ കാരണം. ഇസ്മു മഖ്സൂർ എന്തുകൊണ്ട് മുഖദ്ദറായി പൂർണ്ണമായിട്ട് പറയണം. മനഅ മിൻ ദുഹൂരിഹ, മനഅ എന്ന് പറഞ്ഞാൽ തടഞ്ഞു, മിൻ ദുഹൂരിഹ ലാഹിറാവുന്നതിനെ തടഞ്ഞു. ആര് ലാഹിറാവുന്നതിനെ? ഈ ലമ്മ അല്ലെങ്കിൽ ഫത്ഹ ലാഹിറാവുന്നതിനെ തടഞ്ഞു. ആര് തടഞ്ഞു? അത്തഅദ്ദുർ. തഅദ്ദുർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസാധ്യമാവുക. കാരണം ഈ യാ ഉൽ മുത്തക്കല്ലിമിലേക്ക് ചേർത്തി പറയുന്നത്, അതുപോലെ ഇസ്മുൽ മഖ്സൂറിലേക്ക് ചേർത്തി പറയുന്നത്, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇസ്മുൽ മഖ്സൂറിലേക്ക് ചേർത്തി പറയുന്നത് അതിൻ്റെ മുകളിൽ ഹറക്കത്ത് എഴുതുക എന്നുള്ളത് അസാധ്യമാണ്. ഇവിടെ അസാധ്യമല്ല, ഇവിടെ അസാധ്യമാണ്. തഅദ്ദുർ എന്ന് പറഞ്ഞാൽ നടക്കൂല. അപ്പോൾ ഇവിടെ മഖ്സൂർ, ഇസ്മുൽ മഖ്സൂറിൻ്റെ കേസിൽ നമ്മൾ പറയേണ്ടത് മനഅ മിൻ ദുഹൂരിഹ അത്തഅദ്ദുർ എന്നാണ്. ഇതൊക്കെ എന്താ പറയുക, ഒരു തിയറി എന്നുള്ള രീതിയിൽ പറയുന്നേ ഉള്ളൂ. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ജസ്റ്റ് നഹ്വിൻ്റെ കിതാബിലൊക്കെ പറയുന്നതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. മനസ്സിലാക്കേണ്ടത് എത്രയേ ഉള്ളൂ. അവിടെ ലമ്മ ഉണ്ട്, ഫത്ഹ ഉണ്ട്, അതൊക്കെ മുഖദ്ദറാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഇവിടെ എന്താ പറയുക? അപ്പോൾ മനഅ മിൻ ദുഹൂരിഹ എന്തെന്നാ പറയുക? അസ്സിഖൽ. സിഖൽ എന്ന് പറഞ്ഞാൽ ഒരു ഭാരം അല്ലേ? കിതാബൈ, കിതാബുയ് എന്നൊക്കെ പറഞ്ഞൊരു ഭാരമുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ തഅദ്ദുറാണ്. അഫ്വൻ ഇവിടെ ഭാരം എന്നല്ല പറയാം. ഇവിടെ അൽ ഹറക്കത്തുൽ മുനാസിബ, അത് കിതാബി എന്ന് പറയുന്ന ഈ യാഇനോട് യോജിച്ച ഹർക്കത്ത് കസ്റാണല്ലോ. അപ്പോൾ ഈ കസ്റ അവിടെ തടഞ്ഞു എന്നാണ് പറയാം. മനഅ മിൻ ദുഹൂരിഹ അൽ ഹറക്കത്തുൽ മുനാസിബ അല്ലെങ്കിൽ ഹറക്കത്തുൽ മുനാസബ രണ്ടും പറയാം. ശരി. ഇസ്മുൽ മഖ്സൂർ ആണെങ്കിൽ മനഅ മിൻ ദുഹൂരിഹ എന്താണ് പറയേണ്ടത്? അത്തഅദ്ദുർ. കാരണം ഫത്ഹിൻ്റെ മുകളിൽ ഹറക്കത്ത് എഴുതുക എന്നുള്ളത് അസാധ്യമാണ്. അൽ ഇസ്മുൽ മഖ്സൂർ, ഉദാഹരണം മുസ്തഫ, വേറെ അൽ ഫത, ഇതൊക്കെ. മൂന്നാമത്തെ കേസ് അൽ ഇസ്ം അൽ മൻഖൂസ്. എന്താ ഇസ്മു മൻഖൂസ് എന്ന് പറഞ്ഞാൽ? ഇസ്മു മൻഖൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ യാവും തൊട്ട് മുമ്പ് കസ്റും, അങ്ങനെയുള്ള ഇസ്മിനാണ് ഇസ്മു മൻഖൂസ് എന്ന് പറയാം. അവസാനത്തിൽ യാ ഉള്ള ഇസ്മ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവസാനത്തിൽ യാവും തൊട്ട് മുമ്പ് കസ്റും. ഇപ്പോൾ ഖാലി എന്നുള്ളത് ഇസ്മു മൻഖൂസാണ്. ഓക്കെ. കിതാബി അല്ല. കിതാബി എന്നുള്ളത് മുദാഫുൻ ഇല, കിതാബി എന്നുള്ളത് 2 ഇസ്മുകളാണ് ശരിക്കും. മുദാഫ് മുദാഫ് ഇലൈഹിയാണ്. യാ ഉൽ മുത്തക്കല്ലിമാണിത്. ഖാലി എന്ന് പറയുന്ന ഒരൊറ്റ ഇസ്മാണ്. കിതാബി എന്ന് പറയുന്നൊരു ഇസ്മില്ല. കിതാബ് വേറെ ഇസ്മ, യാ വേറെ ഇസ്മ. ഓക്കെ. അപ്പോൾ അൽ ഖാലി, അതുപോലെ തന്നെ വേറെന്താ ഉദാഹരണം? അദ്ദാഇ. ഇതൊക്കെ എന്താണ്? ഇസ്മ മൻഖൂസാണ്. എന്താണ് അതിൻ്റെ ഇസ്മ മൻഖൂസിൻ്റെ താരിഫ്? ലാസ്റ്റ് ലെറ്റർ യാ, തൊട്ട് മുമ്പ് കസ്റ. ലാസ്റ്റ് യാ മാത്രമായാൽ പോരാ. ഉദാഹരണത്തിന് ലൊബിയുൻ എന്നുള്ളത് ഇസ്മ മൻഖൂസാണോ? അതിൻ്റെ അവസാനത്തിൽ യാ ആണ്, പക്ഷേ തൊട്ട് മുമ്പ് കസ്റില്ല, സുക്കൂനാണ്. ഓക്കെ. അപ്പോൾ അതാണ് ഇസ്മ മൻഖൂസ്. ഇസ്മ മൻഖൂസിൻ്റെ ഉദാഹരണം അൽ ഖാലി, അദ്ദാഇ. ഓക്കെ. അപ്പോൾ ഇത് നമ്മളൊന്ന് നേരത്തെ പോലെ പറഞ്ഞു നോക്കുക. ജാ അൽ ഖാലി
എന്നല്ലേ പറയുന്നത്. ശരിക്കും ജാ അൽ ഖാദിയു എന്നാണ് വേണ്ടത്. പക്ഷേ അതിൽ പ്രയാസമല്ലേ അൽ ഖാദിയു എന്ന് പറയാൻ. അപ്പോൾ നമ്മൾ ജാ അൽ ഖാദി എന്ന് പറയും. അതുപോലെ റഅയ്തുൽ ഖാദി യ, അത് പറയാൻ പ്രയാസമുണ്ടോ? പ്രയാസമില്ല. റഅയ്തുൽ ഖാദിയ എന്ന് പറയാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഖാദിയു എന്ന് പറയുന്ന പോലത്തെ പ്രയാസമുണ്ടോ ഖാദിയ എന്ന് പറയാൻ? ഇല്ല. അതുകൊണ്ട് അത് നമ്മൾ പറയും. അപ്പോൾ അവിടെ പ്രശ്നമില്ല. എന്നാൽ സല്ലംതു അലൽ ഖാദിയി, ഞാൻ ഖാദിക്ക് സലാം പറഞ്ഞു. അലൽ ഖാദിയി പ്രയാസമുണ്ടോ? ഉണ്ട്. അപ്പോൾ അതുമില്ല. അപ്പോൾ റഫ്ഉം ജറും മുഖദ്ദറാണ്. പക്ഷേ നസ്ബിൽ പ്രയാസമൊന്നുമില്ല. നസ്ബിൽ പ്രയാസമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അൽ ഇസ്മുൽ മൻഖൂസ് നിങ്ങൾ മത്തിനിൽ കാണാം. അദാ നസ്ബഹു, അദാ നസ്ബഹു, അതിന് നസ്ബ് വെച്ച് എന്ന് പറയുന്നുണ്ട്. അതിന് നസ്ബ് പ്രശ്നമില്ല. അതിന് നസ്ബ് മുഖദ്ദറാവുന്നില്ല. ഓക്കെ. നാലാമത്തത് അൽ ഫിഅ്ലുൽ മുളാരി', അൽ ഫിഅ്ലുൽ മുളാരി' അൽ മഖ്തൂമു ബിൽ അലിഫ്, അലിഫ് കൊണ്ട് അവസാനിക്കുന്ന ഫിഅ്ലുൽ മുളാരി'. ഏതാ ഉദാഹരണം? അലിഫ് കൊണ്ട് അവസാനിക്കുന്ന ഫിഅ്ലുൽ മുളാരി'. യസ്ആ, സഅ യസ്ആ, മുളാരിൻ്റെ അവസാനത്തിൽ അലിഫല്ലേ. അലിഫ് യാൻ്റെ ഷേപ്പിലാണ് എഴുതുന്നത്, പക്ഷേ അത് അലിഫാണ്. ഉച്ചാരണമാണ് നമ്മൾ നോക്കുക. അറബിയിൽ എഴുത്ത് പണ്ടുണ്ടായിരുന്നില്ലല്ലോ. ഖുർആൻ ഇറങ്ങുന്ന കാലത്തൊന്നും എഴുത്തില്ല. അപ്പോൾ ശബ്ദം ആണ് നമ്മൾ നോക്കുന്നത്. യസ്ആ അലിഫാണ്. ആ അലിഫ് ഇങ്ങനെ യാൻ്റെ ഷേപ്പിൽ എഴുതാൻ കാരണം അത് നമ്മൾ പഠിക്കും. അതിനൊരു കാരണമുണ്ട്. അതിനെ പറയാം അലിഫുൻ നായിമ എന്നാണ് പറയാം. കിടക്കുന്ന അലിഫ്. അത് യാ അല്ല, പുള്ളിടൂല. ശരി, അത് എഴുത്തുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്, അത് നമ്മൾ പഠിക്കും. അപ്പോൾ യസ്ആ എന്ന് പറയുന്ന ഫിഅ്ലുൽ മുളാരി നോക്കുക. അതിൻ്റെ അവസാനത്തിൽ നമുക്ക് ലമ്മ എഴുതാൻ പറ്റുമോ? അപ്പോൾ യദ്ഹബു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ലമ്മ എഴുതിയ പോലെ യസ്ആ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ലമ്മ എഴുതാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട്? അലിഫാണ്. അലിഫിൻ്റെ മുകളിൽ വേറെ ഹർക്കത്തൊന്നും എഴുതാൻ പറ്റൂല. അപ്പോൾ ലമ്മ എഴുതാൻ പറ്റൂല. ഓക്കെ. റഫ്, അപ്പോൾ റഫ് എന്താണ്? അലാമത്തിൻ്റെ റഫിൻ്റെ അലാമത്ത് മുഖദ്ദറായിരിക്കും. പക്ഷെ അവിടെ ജസ്മാണെങ്കിലോ, യസ് ആ എന്നുള്ളതിൻ്റെ ജസ്മ എന്താണ്? ലം യസ് അ എന്നാണ്. നമ്മൾ സർഫിൽ പഠിച്ചിട്ടുണ്ട്. ലം യസ് അ എന്നാണ്. ലാ തസ് അ, ആ അലിഫ് കളയാണ് ചെയ്യുക. അപ്പോൾ അവിടെ അലാമത്ത് എന്താണ്? ലാഹിറാണ്. ആ അലിഫ് കട്ട് ചെയ്ത് കളയുക എന്നുള്ളതൊരു ലാഹിറായ കാര്യമല്ലേ. അവിടെ ലാഹിറാണ്. അപ്പം നസ്ബ് അല്ല, അഫൻ ജസ്മ് പ്രശ്നമല്ല. ജസ്മ് പ്രശ്നമല്ല. റഫിൽ പ്രശ്നമാണ്. നസ്ബും പ്രശ്നമാണ്. കാരണം ഫത്ത് എഴുതാൻ പറ്റില്ലല്ലോ. ഫത്തും ലമ്മ എഴുതാൻ പറ്റില്ല. പക്ഷേ സുക്കൂൻ അല്ല നമ്മൾ എഴുതുന്നത്. ജസ്മ് വരുമ്പോൾ അത് കളയാണ് ചെയ്യുന്നത്. ഇല്ലത്തിൻ്റെ അക്ഷരം കളയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ പറയും, ഇവിടെ അദാ നസ്ബഹു എന്ന് പറഞ്ഞതുപോലെ അദാ ജസ്മഹു. കാരണം ജസ്മ് നമുക്ക് ലാഹിറായിട്ട് കാണുന്നുണ്ട്. കാരണം ജസ്മ് എന്താണ്? യസ് ആ എന്നുള്ളതിൻ്റെ ജസ്മ് ലം യസ് ആ എന്നാണ്. ലം യസ് ആ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ അലിഫ് കളയാണ് ചെയ്യുന്നത്. ഈ അലിഫ് കളയുക എന്നുള്ളത് ലാഹിറായ കാര്യമല്ലേ. അപ്പോൾ അത് മുഖദ്ദറല്ല. എന്നാൽ നസ്ബും റഫ്ഉം മുഖദ്ദറായിരിക്കും. ഏതുപോലെ? യസ് ആ സെയ്ദുൻ, സെയ്ദ് പരിശ്രമിക്കുന്നു. ഇവിടെ ലമ്മ എഴുതാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ ലമ്മത്തുൻ മുഖദ്ദറ എന്ന് പറയാം. അതുപോലെ തന്നെ ലൻ യസ് ആ, ലൻ യസ് ആ സെയ്ദുൻ, സെയ്ദ് പരിശ്രമിക്കുകയില്ല. അവിടെ ഇവിടെ ഫത്ത് എഴുതാൻ പറ്റുമോ? അലിഫിൻ്റെ മുകളിൽ പറ്റൂല. അഞ്ചാമത്തത് അൽ ഫിഅ്ലുൽ മുളാരി', അൽ ഫിഅ്ലുൽ മുളാരി' അൽ മഖ്തൂം ബിൽ യാഇ വൽ വാവി. യാ കൊണ്ടും വാവ് കൊണ്ടും അവസാനിക്കുന്ന ഫിഅ്ലുൽ മുളാരി'. ഉദാഹരണം യജ്രി, ജറ എന്ന് പറഞ്ഞാൽ ഓടി. യജ്രി ഓടുന്നു. ഫിഅ്ലുൽ മുളാരി' അല്ലേ. അവസാനത്തെ അക്ഷരം എന്താണ്? യാ ആണ്. യജ്രി. അതുപോലെ ദഅ യദ്ഉ, അവസാനം എന്താണ്? വാവാണ്. ഇതിൻ്റെ നമുക്ക് നോക്കാം. ഇതിൻ്റെ മുകളിൽ ലമ്മ എഴുതാൻ പറ്റുമോ? യജ്രിയു പ്രയാസമല്ലേ. യദ്ഉ പ്രയാസമാണ്. അപ്പോൾ റഫ് പ്രശ്നമാണ്. നസ്ബോ യജ്രിയ പ്രയാസമുണ്ടോ? യദ്ഉവ പ്രയാസമുണ്ടോ? ഇല്ല, പ്രയാസമില്ല. യദ്ഉവ യജ്രിയ പ്രയാസമില്ല. ഖുർആനിലുണ്ടല്ലോ.
സൂറത്തുൽ അൽ കഹ്ഫിൽ ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹ, ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹ. അപ്പോൾ പ്രയാസമല്ല ഫത്ഹിന്. അപ്പോൾ റഫിന് പ്രയാസമുണ്ട്, നസ്ബിന് പ്രയാസമല്ല. ജസ്മാണെങ്കിലോ, ജസ്മാണെങ്കിൽ അലിഫ് പോലെ തന്നെ കളയാണല്ലോ ചെയ്യുക, ഇല്ലത്തിൻ്റെ അക്ഷരം കളയാണല്ലോ ചെയ്യുക. ലം യദ്ഉ അലിഫ് കളയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. യദ്ഉ സൈദുൻ, സൈദ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രയാസമുണ്ട് അല്ലേ? അപ്പോൾ അത് മുഖദ്ദറാണ്. ഇവിടെ വാവ് എഴുതാൻ പ്രയാസമുണ്ട്. ലൻ യദ്ഉവ സൈദുൻ, സൈദ് പ്രാർത്ഥിക്കുകയില്ല. എന്തെങ്കിലും പ്രയാസമുണ്ടോ? പ്രയാസമല്ല. ലം വന്നാലോ? ലം വന്നാൽ എന്താ സംഭവിക്കുക? ലം യദ്ഉ സൈദുൻ, ഇത് കളയാണ് ചെയ്യുന്നത്, ലാഹിറല്ലേ? അപ്പോൾ ഈ നസ്ബ് മാത്രമേ ഉള്ളൂ, അല്ല നസ്ബും ജസ്മും ഇത് രണ്ടിലും ലാഹിറാണ് അല്ലേ? ഈ റഫ് മാത്രമേ ഉള്ളൂ മുഖദ്ദറായിട്ടുള്ളത്, ലമ്മ എഴുതാൻ പറ്റാത്ത പ്രയാസം. അപ്പോൾ നമ്മൾ എന്ത് പറയും ഇവിടെ? അദാ ജസ്മഹു വ നസ്ബഹു. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് ഈ 5 സന്ദർഭങ്ങളിലാണ് അലാമത്തുൽ ഇഅ്റാബ് മുഖദ്ദറായിട്ടുണ്ടാവുക. ഹറകാത്തുൽ ഇഅ്റാബി അൽ മുഖദ്ദറ, ഇഅ്റാബിൻ്റെ ഹറക്കത്തുകൾ സാങ്കല്പികമായിട്ട് വരുന്നത് ഈ 5 അവസരങ്ങളിലാണ്. ഇത് മനസ്സിലായോ? അവസാനത്തിൽ ചെറിയൊരു പ്രയാസമുണ്ട്. ഫേല് മുദാരി യാ കൊണ്ടോ വാവ് കൊണ്ടോ അവസാനിക്കുന്നത്, അതിൽ നമുക്ക് ഉച്ചരിക്കാൻ പ്രയാസം വരിക എന്നുള്ളൊരവസ്ഥ. ഉച്ചരിക്കാൻ പ്രയാസം ഉണ്ടാകുമ്പോഴാണ് മുഖദ്ദറാക്കി തള്ളുന്നത് നമ്മൾ. ഉച്ചരിക്കാൻ പ്രയാസമുള്ളത് യദ്ഉ പ്രയാസമാണ്. എന്നാൽ ലൻ യദ്ഉവ എന്ന് പറയാൻ പ്രയാസമല്ല, ലം യദ്ഉ എന്ന് പറയാൻ പ്രയാസമല്ല. അപ്പോൾ പ്രയാസമുള്ളതിന് ആണ് നമ്മൾ എന്ത് പറയുന്നത്? മുഖദ്ദർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രയാസമില്ലാത്തതിന് നമ്മൾ അക്സെപ്റ്റ് എന്ന് പറയണം. അദാ ജസ്മഹു വനസ്ബഹു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അൽ ഇസ്മുൽ മുദാഫു ഇലാ യാ ഇൽ മുത്തക്കല്ലിം കിതാബി, അത് 3 സന്ദർഭത്തിലും അങ്ങനെ തന്നെ ഉണ്ടാവുക. ഇസ്മുൽ മഖ്സൂർ അഥവാ മുസ്തഫ, ഫത എന്ന് പറയുന്നത് അതും 3 സന്ദർഭത്തിലും മുഖദ്ദറായിട്ട് തന്നെ ഉണ്ടാവുക. ഇസ്മുൽ മൻഖൂസിൽ എന്തുണ്ട്? നസ്ബ് ഒഴിവാണ്. കാരണം അൽ ഖാദിയ എന്ന് പറയാൻ പ്രയാസമല്ല, റഅയ്തുൽ ഖാദിയ പ്രയാസമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറയണം? ഇസ്മുൽ മൻഖൂസ് അദാ നസ്ബഹു, റഫ്ഉം ജറും പ്രയാസമുണ്ട്, പക്ഷേ നസ്ബിന് പ്രയാസമല്ല. ഫേൽ മുദാരി അൽ മഖ്തൂം ബിൽ അലിഫ്, അലിഫ് കൊണ്ട് അവസാനിക്കുന്ന ഫേൽ മുദാരി, അത് ജസ്മി ചെയ്യുമ്പോൾ ആ അലിഫ് പോകുന്നുണ്ട്, അപ്പോൾ അവിടെ പ്രയാസമല്ല. അപ്പോൾ അദാ ജസ്മിഹി എന്ന് പറയണം. യാ കൊണ്ട് വാവ് കൊണ്ട് അവസാനിക്കുന്നത്, അതിൽ നസ്ബ് ചെയ്യുമ്പോൾ പ്രയാസമില്ലാനും ജസ്മി ചെയ്യുമ്പോൾ അത് പോകുന്നുണ്ട്, അപ്പോൾ പ്രയാസമുള്ളത് റഫ്ഇൽ മാത്രമാണ്. അപ്പോൾ അദാ ജസ്മഹു വനസ്ബഹു എന്ന് പറയണം. ഇത്രയാണ് മുഖദ്ദറായിട്ടുള്ള ഹറക്കാത്തുകൾ. ഇൻഷാ അല്ലാഹ്. ശരി, എന്നാൽ അപ്പോൾ ഇതോടുകൂടി ഇനി അടുത്തത് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു റഫ് എന്ന് പറഞ്ഞാൽ ലമ്മയാണ്, നസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്ഹയാണ്, ജർ എന്ന് പറഞ്ഞാൽ കസ്റയാണ്, ജസ്മു എന്ന് പറഞ്ഞാൽ സുക്കൂനാണ്. ഇതല്ലാത്തതുണ്ടല്ലോ, ലമ്മയല്ലാത്ത റഫ്, നസ്ബല്ല ഫത്ഹ അല്ലാത്ത നസ്ബ്, കസ്റ അല്ലാത്ത ജർ, സുക്കൂൻ അല്ലാത്ത ജസ്മ്, അതെന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, അത് റിപ്പീറ്റ് ചെയ്യും.